നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ പരസ്യങ്ങളുടെ ലേബലിൽ കണ്ടിട്ടുള്ള ഇത്തരം വ്യക്തികൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ്. ലിസ്റ്റിലായിട്ടത് ഈ ഒരു ലോഗോയാണ്, വെൻഡി ഫാസ്റ്റ് ഫുഡ് ചെയിൻ സർവീസ്. ഈ ഒരു ലോഗോ ഇന്ത്യയിലധികം ഫേമസ് അല്ല എങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് കമ്പനിയുടെ ലോഗോയാണിത്. അമേരിക്കയിലെ തന്നെ നമ്പർ 1 ഫാസ്റ്റ് ഫുഡ് കമ്പനിയാണിത്. ഇന്ത്യയിൽ അത്യാവശ്യം ഫേമസ് ആയ മാക്ഡൊണാൾഡ്സ്, ബർഗർ കിങ് തുടങ്ങിയ ഈ 2 അമേരിക്കൻ ബ്രാൻഡിനേക്കാൾ ഫേമസ് ആയ നമ്പർ 1 ബ്രാൻഡാണ് വെൻഡീസ്. വെൻഡീസിന്റെ ലോഗോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇതിലൊരു കുട്ടിയുടെ പടം കാണാം. ഈ ഒരു കുട്ടി ആരാണെന്നാൽ വെൻഡീസ് കമ്പനിയുടെ ഓണറായ ഡേവ് തോമസിന്റെ 4ാമത്തെ മകളാണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേര് മെലിൻഡ എന്നായിരുന്നു. മെലിൻഡയ്ക്ക് സ്വന്തം പേര് ഉച്ചരിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡേവ് മെലിൻഡയുടെ പേരങ്ങ് മാറ്റി. മെലിൻഡ എന്ന പേര് വെൻഡ എന്നാക്കി മാറ്റി. പിന്നീട് ഫാമിലിയും ഫ്രണ്ട്സും വെൻഡി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വെൻഡി എന്ന പേര് ഈ ഒരു കമ്പനിക്ക് വന്നത്. ഈ ഒരു കുട്ടിക്ക് ഇന്ന് 62 വയസ്സുണ്ട്. അപ്പോൾ നമുക്ക് വെൻഡിയെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് വെൻഡി. അടുത്തത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡാണ് നിർമ്മ. 1969 ഇന്ത്യയിൽ ഒരുപാട് വിദേശ സോപ്പ് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലമായതുകൊണ്ട് തന്നെ കെമിക്കൽസിനൊന്നും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. ഇത്തരം സോപ്പുകളിൽ ഫോസ്ഫേറ്റ് കൂടുതലായി ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇത് പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കി. ഇതിനെല്ലാം ഒരു പരിഹാരമായി ഗുജറാത്തിൽ താമസിച്ചിരുന്ന ഗവൺമെന്റ് കെമിസ്റ്റ് ആയിരുന്ന കർസൻഭായ് കോടിദാസ് പട്ടേൽ ഫോസ്ഫേറ്റ് ഇല്ലാതെ നാച്ചുറലായ ഒരു സോപ്പ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഫോസ്ഫേറ്റ് ഫ്രീ ആയ സോപ്പുകളും ഡിറ്റർജന്റുകളും ഇദ്ദേഹം ഉണ്ടാക്കി. ഇതിനെല്ലാം വിലയും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഹിറ്റായി മാറി. ഇതൊരു ബ്രാൻഡ് ആക്കാൻ കർസൻഭായ് പ്ലാൻ ചെയ്യുകയാണ്. ബ്രാൻഡ് ആവുമ്പോൾ ബ്രാൻഡിന് ഒരു പേര് വേണം. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിർമ്മ എന്ന വിളിപ്പേര് ഓർമ്മ വന്നു. അത് ഇദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകളുടെ വിളിപ്പേരാണ്. നിരുപമ എന്നായിരുന്നു മുഴുവൻ പേര്. ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെട്ടത്. അങ്ങനെ തന്റെ മകളുടെ ഓർമ്മയ്ക്കായി നിർമ്മ എന്നത് ഒരു ബ്രാൻഡ് നെയിം ആക്കി. നിർമ്മയുടെ ഒരു പഴയ ഫോട്ടോ യൂസ് ചെയ്താണ് ഈ ഒരു ലോഗോ ഉണ്ടാക്കിയത്. അടുത്തത് KFC ബ്രാൻഡിന്റെ ഈ ഒരു അപ്പൂപ്പനാണ് കേണൽ സാൻഡേഴ്സ്. ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിന്റെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ബസ് കണ്ടക്ടറായും സോൾജറായും റെയിൽ റോഡ് ഫയർമാനായും ഇൻഷുറൻസ് സെയിൽസ്മാനായും സ്റ്റീം ബോട്ട് ഓപ്പറേറ്ററായും ലൈറ്റ് മാനുഫാക്ചറായും ടയർ സെല്ലറായും ലോയറായിട്ട് വരെ ഇദ്ദേഹം ജോലി ചെയ്തു. പക്ഷേ ഈ ജോലികളിലൊന്നും തന്നെ ഇദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഓരോ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഒരു ജോലി പോലും ഇദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇത്രയധികം ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടതിനാൽ ഇദ്ദേഹത്തിന് ഒരു കഴിവുമില്ല എന്ന് കരുതി ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡൈവോഴ്സ് ചെയ്തു. പിന്നീട് ഇദ്ദേഹം ഒരുപാട് ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്തു. അധിക വരുമാനത്തിന് വേണ്ടി കമ്പനിയിൽ വന്നിരുന്ന ആളുകൾക്ക് 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളിൽ ഇദ്ദേഹം ഫുഡ് സെല് ചെയ്യാൻ തുടങ്ങി. ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിന് കുക്കിങ്ങിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫ്രൈഡ് ചിക്കൻ കൂടുതലായി വിറ്റ് പോകാൻ തുടങ്ങി. ഗ്യാസ് സ്റ്റേഷനിൽ വന്നിരുന്ന ആളുകൾ പരസ്പരം പറഞ്ഞ് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരെ ആളുകൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇദ്ദേഹം പതുക്കെ ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തായി ഒരു കഫേ വാടകയ്ക്ക് എടുത്തു. ഇതിൽ 140 പേർക്ക് ഇരിക്കാമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്തെന്നാൽ 6 സീറ്റ് എന്നുള്ളത് കഫേ എടുത്തപ്പോൾ 140 സീറ്റായി. പ്രശ്നം എന്തെന്നാൽ ഫ്രൈഡ് ചിക്കൻ റെഡിയാവാൻ 30 മിനിറ്റ് വേണം. ഒരുപാട് ആളുകൾ വന്നാൽ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുമോ എന്നുള്ളത് അപ്പൂപ്പൻ ഒരു ചലഞ്ചായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രഷർ കുക്കർ കണ്ടുപിടിക്കുന്നത്. അപ്പൂപ്പൻ ആദ്യം തന്നെ അത് വാങ്ങി. ഒരേ സമയം ഒരുപാട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പ്രത്യേക വലിയ പ്രഷർ കുക്കർ ഇദ്ദേഹം ഉണ്ടാക്കിപ്പിച്ചു. അങ്ങനെ 30 മിനിറ്റ് എന്നുള്ളത് 9 മിനിറ്റായി മാറി. പിന്നീട് ബിസിനസ് എല്ലാം അടിച്ചു കയറി വന്നു. അവിടെ വെച്ചാണ് ഇദ്ദേഹം KFCയുടെ സീക്രട്ട് റെസിപ്പി കണ്ടുപിടിച്ചത്. അങ്ങനെ ഇത് കൊടുത്തു തുടങ്ങിയപ്പോൾ തിരക്കൊന്നും കൂടി കൂടി. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. ഒരു ദിവസം അപ്പൂപ്പന്റെ ഈ ഒരു ഷോപ്പ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. അങ്ങനെ അപ്പൂപ്പൻ വേറെ ഒരു സ്ഥലത്ത് വന്ന് കയ്യിലുള്ള മുഴുവൻ പണവും കൊടുത്ത് പുതിയൊരു ഷോപ്പ് തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹൈവേയുടെ പണി വന്നു. ഷോപ്പ് ഒഴിയേണ്ടി വന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും പോയി. ഇന്നത്തെ കാലത്താണ് ഹൈവേ പണി വരുന്നതെങ്കിൽ നമ്മൾ കടയോ വീടോ ഒഴിഞ്ഞാൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പൂപ്പൻ തന്റെ 65ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്യാനായി നിൽക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു ഐഡിയ വരുന്നത്. തന്റെ ചിക്കൻ ഫ്രൈ മറ്റൊരു റെസ്റ്റോറന്റിന് കൊടുത്ത് അത് വിറ്റ് അവരിൽ നിന്ന് ഷെയർ വാങ്ങാമെന്നുള്ളത്. അങ്ങനെ ഇദ്ദേഹം തന്റെ ചിക്കൻ ഫ്രൈ വിൽക്കുമോ എന്ന് ചോദിച്ച് 10 റെസ്റ്റോറന്റിൽ കയറി. അവരെല്ലാം റിജക്ട് ചെയ്തു. പിന്നീട് അത് 50 ആയി. അതും റിജക്റ്റ് ആയി.
പിന്നീട് 100 സാധാരണ അപ്പൂപ്പനാണെങ്കിൽ 10 റിജക്ഷൻ കിട്ടിയാൽ തന്നെ ഇതിന്റെ പേരിൽ ഡിപ്രസ്ഡായി നേരെ പോയി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ അപ്പൂപ്പൻ അങ്ങനെയായിരുന്നില്ല. 1009 തവണയാണ് ഇദ്ദേഹം ഓരോ ഹോട്ടലിലും കയറിയത്. ഓരോ ഹോട്ടലിലും പ്രഷർ കുക്കർ കൊണ്ടുപോയി ചിക്കൻ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ 1009 തവണ റിജക്റ്റ് ആയി. പിന്നീട് ഒരു ഹോട്ടൽ ഞങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, വിറ്റുപോയാൽ മാത്രമേ ഷെയർ കൊടുക്കുകയുള്ളൂ. അപ്പൂപ്പൻ ഓക്കെ പറഞ്ഞു. ഓരോ ദിവസവും അപ്പൂപ്പൻ രാവിലെ കടം വാങ്ങിയ പൈസയുമായി ചിക്കൻ ഉണ്ടാക്കി ഹോട്ടലിൽ കൊണ്ടുവന്ന് കൊടുക്കും. വൈകിട്ടാകുമ്പോൾ ഒരു പ്രോഫിറ്റും കൊടുക്കും. ആദ്യമെല്ലാം പ്രോഫിറ്റ് കുറവും വേസ്റ്റ് വരുന്ന ചിക്കൻ കൂടുതലുമായിരുന്നു. ഇതെല്ലാം അപ്പൂപ്പൻ തന്നെ കുഴിച്ചു മൂടിയിരുന്നു. പതുക്കെ പതുക്കെ പ്രോഫിറ്റ് കൂടി വന്നു. വേസ്റ്റ് വരുന്ന ചിക്കൻ കുറഞ്ഞു വന്നു. പിന്നീട് അത് വലിയ വിജയമായി മാറി. ഒരുപാട് ഹോട്ടലുകൾ ചിക്കൻ ഞങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞ് അപ്പൂപ്പന്റെ മുമ്പിൽ ക്യൂ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം അമേരിക്കയിലെ കെൻഡക്കി ആസ്ഥാനമാക്കി കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന ഹെഡ്ക്വാർട്ടേഴ്സ് സ്വന്തമായി തുടങ്ങി. പിന്നീട് അദ്ദേഹം 100 ഇരട്ടി പവറോടെ 100 കണക്കിന് ഹോട്ടലുകൾക്ക് ഫ്രാഞ്ചൈസ് നൽകി. പിന്നീട് അത് 1000 10,000 രാജ്യത്തിന് പുറത്തായി. അങ്ങനെ അവസാനം ലോകം മൊത്തമായി. തന്റെ 65ാമത്തെ വയസ്സിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തത്. 90 വയസ്സ് വരെ ഇദ്ദേഹം ജീവിച്ചു. അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പ് KFC എന്ന ബ്രാൻഡ് ആ വർഷം നമ്പർ 1 ആയി മാറിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരുപാട് മുന്നിലേക്ക് പോയി. അപ്പോൾ നമുക്ക് അടുത്ത ബ്രാൻഡ് നോക്കാം. അടുത്ത ബ്രാൻഡാണ് നമ്മുടെ പാർലെ-ജി ബിസ്ക്കറ്റ് കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പലരുടെയും ഡൗട്ടാണ് പാർലെ-ജിയുടെ ലേബലിലുള്ള ഈ കുട്ടി ആരാണെന്നുള്ളത്. അങ്ങനെ ഒരാൾ ഡൗട്ടുകൾ ചോദിക്കുന്ന വെബ്സൈറ്റായ ക്യോറ എന്ന സൈറ്റിൽ ഈ ഒരു കുട്ടിയെ പറ്റി ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. ഈ ഒരു ചോദ്യത്തിന് ഒരാൾ കൃത്യമായി റീപ്ലൈ കൊടുത്തു. ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ 4 വയസ്സും 3 മാസവും പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു അത്. ആ ഒരു കുട്ടി നാഗ്പൂർ സ്വദേശിനിയാണ്. ഇന്ന് ആ കുട്ടി ഇൻഫോടെക് കമ്പനിയുടെ ചെയർപേഴ്സണായ നീരു ദേശ്പാണ്ഡെയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ആളുകൾ പാർലെ-ജിയുടെ വിക്കിപീഡിയ എടുത്തു നോക്കി. അതിൽ പാർലെ-ജി ഗേൾ ബ്രാക്കറ്റിൽ ഗുഞ്ചൻ ഗുണ്ടാനിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ മറ്റൊരു പേര് കണ്ടപ്പോൾ ആളുകൾക്കെല്ലാം ആകെ കൺഫ്യൂഷനായി. അവസാനം പാർലെ ഗ്രൂപ്പിന്റെ മാനേജർ തന്നെ ആൻസറുമായി മുന്നോട്ട് വന്നു. ഇദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഗേൾ ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. എവറസ്റ്റ് ക്രിയേറ്റീവ് എന്ന കമ്പനിയിലെ മകൽദാൽ ദയ്യ എന്ന വ്യക്തിയായിരുന്നു ഈ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് പാർലെ ഗ്രൂപ്പ് പറയുന്നത്. അടുത്ത ബ്രാൻഡാണ് അമൂൽ. ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ഹാഷ്ടാഗിൽ ഇന്ന് ഇന്ത്യ മുഴുവൻ ഫേമസ് ആയ വലിയൊരു ബ്രാൻഡാണ് അമൂൽ. അമൂൽ ബ്രാൻഡിന്റെ ലേബലിൽ നമുക്ക് മറ്റൊരു കുട്ടിയെ കാണാം. 1940-ൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ ഡയറി കമ്പനിയായിരുന്നു പോൾസൺ. ഇവരുടെ പരസ്യത്തിൽ ഒരു പെൺകുട്ടിയുടെ പടമായിരുന്നു. ഈ ഒരു ലേബൽ ആ ഒരു കാലഘട്ടത്തിൽ ഫേമസ് ആയ ഒരു ലേബലായിരുന്നു. അങ്ങനെ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയാണ് അമൂൽ ഈ ഒരു ഫോട്ടോ ഉണ്ടാക്കിയത്. അടുത്ത കമ്പനിയാണ് ഡ്യൂറാസെല്ലിന്റെ ബാറ്ററി നമ്മൾ ഒരിക്കലെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. ഡ്യൂറാസെല്ലിന്റെ പരസ്യത്തിൽ പിങ്ക് കളറുള്ള ബണ്ണിയെ യൂസ് ചെയ്തിരുന്നു. 1973-ൽ ഡ്യൂറാസെല്ല് കമ്പനി പരസ്യമൊന്ന് ഫേമസ് ആക്കാൻ ക്യൂട്ടായ ഒരു ക്യാരക്ടറെ തേടി. അങ്ങനെ റിസർച്ച് ചെയ്ത് ഈ ഒരു പിങ്ക് ബണ്ണിയെ കണ്ടുപിടിച്ചു. പിങ്ക് ബണ്ണിയുള്ള ഈ ഒരു പരസ്യങ്ങൾ വേൾഡ് ഫേമസ് ആയി മാറി. ഈ ഒരു പിങ്ക് ബണ്ണിയെ ട്രേഡ് മാർക്ക് സിമ്പിളായി രജിസ്റ്റർ ചെയ്യാൻ ഡ്യൂറാസെല്ല് മറന്നുപോയി. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ എനർജൈസർ എന്ന കമ്പനി ഇത് മറ്റൊരു ബാറ്ററി കമ്പനിയാണ്. ഇത് മുതലെടുത്ത് മറ്റൊരു പിങ്ക് ബണ്ണിയെ ഉണ്ടാക്കി. ഈ ഒരു പരസ്യം യൂസ് ചെയ്ത് എനർജൈസർ എന്ന കമ്പനി കൂടുതൽ ഫേമസ് ആയി. മാത്രമല്ല ഇവർ ഡ്യൂറാസെല്ല് കമ്പനിയെ ട്രോളാനും തുടങ്ങി. അങ്ങനെ ഡ്യൂറാസെല്ല് ഈ ഒരു ബണ്ണി ക്യാരക്ടറെ മറ്റാരും യൂസ് ചെയ്യാതിരിക്കാൻ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഡ്യൂറാസെല്ലും എനർജൈസറും തമ്മിൽ ഒരു കോർട്ട് ഫൈറ്റ് തുടങ്ങി. ഈ ഒരു ഫൈറ്റ് 1992-ൽ അവസാനിച്ചു. കോടതി നൽകിയ ഉത്തരവിൽ അമേരിക്കയിലും കാനഡയിലും പിങ്ക് ബണ്ണി ക്യാരക്ടറെ എനർജൈസറിന് യൂസ് ചെയ്യാം. ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ വലിയൊരു അബദ്ധം ഡ്യൂറാസെല്ല് കമ്പനിക്ക് ഉണ്ടായത്.